أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭ്യുന്നതനായ നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹികളെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ പി.എൻ. മദനി സാഹിബ് അവர்களെ, KKIC-യുടെ സെക്രട്ടറി ടി പി അസീസ്, ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട CP സലീം, മുജാഹിദ് ബാലുശ്ശേരി, ഫൈസൽ മൗലവി, അതുകൂടാതെ ഫിമയുടെ ഭാരവാഹി ഇപ്പോൾ സംസാരിച്ചു, TK അഷ്റഫ് സംസാരിക്കാനുണ്ട്, പ്രഗത്ഭരായ 3 അറബികൾ, താരിഖ് ഈസ, അതുപോലെ റൂമി അവർ, അദീബ് അൽ ഗാസി തുടങ്ങിയവരെല്ലാം ഇവിടെ സംസാരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഈ ചടങ്ങിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ചൊക്കെ ഒരു തിരക്കുള്ള സമയമായിരുന്നെങ്കിൽ പോലും നിങ്ങൾ വിളിച്ചപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയത് ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് 3 അറബി പ്രമുഖന്മാർ, അവരുടെ സംസാരം ഇവിടെ മദനി സാഹിബ് മലയാളത്തിലേക്ക് പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇതുപോലെ രാജ്യത്ത് വന്ന് ദഅവാ പ്രവർത്തനം നടത്തി ഇത്രയും നല്ല വാക്കുകൾ ഈ പല ഉന്നതമായ മേഖലയിലും പ്രവർത്തിക്കുന്ന അറബ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സംഘടനയുടെ കോർഡിനേഷൻ ബോഡിയുടെ പ്രതിനിധിയുടെ ഭാഗത്തുനിന്നും കേൾക്കാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാഹ് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഈ പറഞ്ഞ നല്ല വാക്കുകൾ നമുക്കും ഒരു പ്രചോദനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഈ സ്ഥാപനം ഇവിടെ നടത്തുന്ന KIC-യുടെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം വലുതായി അവർ കാണുന്നു എന്നത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനത്തിന് പടച്ചവൻ നൽകുന്ന ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ മേലിൽ ചെയ്യാൻ നമുക്കത് പ്രചോദനപ്രദമായി തീരുകയും ചെയ്യുന്നു. ചെയ്യുന്ന വർക്കിൻ്റെ അതിൻ്റെ നീറ്റ്നെസ് കൊണ്ടാണ്, അതിൻ്റെ ഉദ്ദേശശുദ്ധി കൊണ്ടാണ് ഇത്രയും അത് പ്രകീർത്തിക്കപ്പെടുന്നത്. പള്ളി, അവിടെയുള്ള കുത്തുബകൾ, മദ്രസ, ദീനീ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇത്രയും നന്നായി നടത്തിയിട്ടുള്ള സ്ഥാപനത്തിന്
ഈ ലഭിച്ച അംഗീകാരത്തിലുള്ള നിങ്ങളുടെ സന്തോഷവും, ആ സന്തോഷത്തിൽ ഒരു എളിയ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാനും പങ്കുവഹിക്കുകയാണ്. പടച്ചവൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മേലിൽ നടത്തി അള്ളാഹുവിൻ്റെ പ്രതിഫലം നാളെ പരലോകത്ത് നിന്ന് നമുക്ക് ലഭിക്കുവാനും ഇടയുണ്ടാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മുസ്ലിം വർത്തമാനവും ഭാവിയും എന്നുള്ള കാര്യത്തെപ്പറ്റി ചർച്ച നടത്തുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം തന്നെ, ഇപ്പോൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളന പ്രമേയം തന്നെ നിർഭയത്വത്തിൻ്റെ ഇസ്ലാം എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പറയാൻ തന്നെ ഒരു നിർഭയത്വം വേണം. കാരണം കാലം അത്രയും ബുദ്ധിമുട്ടുള്ള കാലമാണ്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനെതിരായി സർവ്വസന്നാഹങ്ങളും വെച്ചുകൊണ്ടുള്ള എതിർപ്പുകൾ നടക്കുന്നൊരു കാലമാണ്. ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാരെ മുഴുവനും ഭയത്തിൻ്റെ കരിനിഴലിൽ നിർത്താൻ വേണ്ടിയുള്ള വ്യഗ്രത അകാരണമായി ലോകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ഭയപ്പാടിൻ്റെ കാർമേഘങ്ങൾ അകറ്റുന്നതിനുതകുന്ന ഒരു മുദ്രാവാക്യവും പ്രവർത്തനവുമാണിത്. ഇത് സാലിഹ് അമലാണ്. ഭയപ്പാട് എങ്ങനെയല്ല അവിടെ വരുന്നത്? ഭയപ്പാട് വരുന്നത് മനുഷ്യൻ്റെതായിട്ട് ചാപല്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എനിക്കങ്ങനെ വരുമോ, എനിക്കിങ്ങനെ വരുമോ, എല്ലാവരും എന്നെ എതിർത്താൽ ഞാൻ തോറ്റുപോകുമോ, എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പരാജയം സംഭവിക്കുമോ എന്നുള്ള പേടി എത്ര ഖുർആൻ ഓതിയിട്ടും നമ്മുടെ മനസ്സിലുണ്ട്. ഈ പറയുന്ന എൻ്റെ അടക്കം. നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുമെന്നുള്ള പരിശുദ്ധ ഖുർആന്റെ ഉറപ്പ്, ആ ഉറപ്പ് നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ലെന്നതുകൊണ്ടാണ് ആ ഭയം. എനിക്കെന്താവും, എൻ്റെ മക്കളെന്താവും, എൻ്റെ തൊഴിലെന്താകും, എൻ്റെ ജീവിതം എന്താകും, എല്ലാവരും കൂടി എന്നെ എതിർത്താൽ പിന്നെ ഞാൻ എന്താകും എന്നൊക്കെയുള്ള ഭയപ്പാട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാലെല്ലാം നേരെയാകുമെന്ന ആത്മവിശ്വാസം ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ലാത്ത മനുഷ്യർക്ക് ഭയമില്ലാത്ത ഒരു ജീവിതക്രമത്തിലേക്ക് അവരെ നയിക്കാൻ ഈ മുദ്രാവാക്യവും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും പര്യാപ്തമാകുമെന്നതാണ് ഇതിലാദ്യത്തെ കാര്യം. അത് ചെറിയ കാര്യമല്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകവും അതുതന്നെയാണ്. ഞാൻ ഈ എക്സിബിഷൻ കണ്ടു. എക്സിബിഷനിലും പറയുന്ന സന്ദേശം അതുതന്നെയാണ്. അള്ളാഹു നമ്മുടെ കാര്യം മാത്രമല്ല, ഈ ഭൂമുഖത്തുള്ള മുഴുവനും ചരാചരങ്ങളുടെയും കാര്യങ്ങൾ അള്ളാഹു പരിഹരിക്കുന്നുണ്ട്. എല്ലാ കഴിവുമുണ്ടെന്ന് തോന്നുന്ന മനുഷ്യൻ, ആ മനുഷ്യനില്ലാത്ത കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്തുക്കൾക്ക്, പ്രാണികൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് ആ പ്രദർശനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ വിചാരിക്കും എനിക്ക് ഡിഗ്രി ഉണ്ട്, എനിക്ക് വിവരമുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പരിഹരിക്കാൻ കഴിയും എന്ന് തോന്നുന്ന നമ്മളോട് നമുക്ക് ധൈര്യം തരികയാണ്. കോളേജിൽ പോയിട്ടില്ലാത്ത, ഡിഗ്രി എടുത്തിട്ടില്ലാത്ത ഈച്ചയ്ക്കും ചെലന്തിക്കും തേനീച്ചക്കും കൊച്ചു പ്രാണികൾക്കും എല്ലാം അല്ലാഹു തആല കൊടുത്തിട്ടുള്ള കഴിവുകളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? പേടിക്കണ്ട, നിങ്ങൾക്ക് സാധിക്കില്ലെന്ന പേടി വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെപ്പോലെ കഴിവുള്ളവരും കഴിവില്ലാത്തവർക്കും, പഠിപ്പുള്ളവർക്കും പഠിപ്പില്ലാത്തവർക്കും എല്ലാം കഴിവ് നൽകി അല്ലാഹു മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന ധൈര്യം, ആ ധൈര്യമാണ് ഭയവിഹ്വലയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. അതാണ് ഈ സമ്മേളന പ്രമേയത്തിൻ്റെ ആദ്യത്തെ കാര്യം. രണ്ടാമതൊരു ഭയം കൂടി ഇവിടെയുണ്ട്. ആ ഭയം കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. ഇസ്ലാം വരുന്നു, അപകടം വരുന്നു എന്ന ഭയം. ആ ഭയം കൃത്രിമമായി ലോകമാകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ എന്നൊക്കെ വിളിക്കുന്നുവെങ്കിൽ പോലും ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി ഇവിടെ പറഞ്ഞതുപോലെ താടിയും തലക്കെട്ടും തൊപ്പിയുമൊക്കെ ഇട്ട ആളെ കണ്ടാൽ
അവൻ ഭീകരതയുടെ പ്രതീകമാണെന്ന് വരുത്തുന്ന വിധത്തിൽ വർത്തമാനകാലത്തിന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം ഇസ്ലാമാണെന്നും അതുകൊണ്ട് ഇസ്ലാമിനെ പേടിച്ചുകൊള്ളുക, ഇസ്ലാം ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള പ്രചരണങ്ങൾ ലോകത്ത് സംഘടിതമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പേടിക്കണ്ട. ഞങ്ങൾ ആരെയും പേടിപ്പിക്കാൻ വരുന്നവരല്ല. സമാധാനത്തിന്റെ ശാന്തിയുടെ ദൂതന്മാരായി നടക്കുന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പേടിക്കേണ്ടതില്ല. ഇസ്ലാം സമാധാനത്തിന്റെ ശാന്തിയുടെ മാനവികതയുടെ മതമാണെന്ന സന്ദേശം ഉറക്കെ പറയാനുള്ള ധൈര്യം കൊടുക്കുന്നുവെന്നതാണ് ഈ പ്രമേയത്തിന്റെ രണ്ടാമത്തെ പ്രസക്തി എന്ന് പറയുന്നത്. മൂന്നാമതൊരു പ്രസക്തി ഇവിടെ ഉണ്ട്. അതെന്താണ്? ഇങ്ങനെ എല്ലാവരും കൂടി ഇസ്ലാമിനെതിരായിട്ടൊരു പ്രചരണം നടത്തുകയാണെങ്കിൽ, പ്രബോധകന്മാരെ പോലും ജയിലിൽ അടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ തൽക്കാലം അങ്ങ് മിണ്ടാതിരിക്കാം. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞങ്ങൾ കാരാഗ്രഹത്തിൽ അടക്കപ്പെടും എന്ന ഭീഷണി ഡെമോക്രസിന്റെ വാട് പോലെ തലയ്ക്ക് മേലെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒതുങ്ങിക്കഴിയാം, മിണ്ടണ്ട, പ്രശ്നമുണ്ടാക്കണ്ട. പ്രശ്നമുണ്ടാക്കിയാൽ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബവും കഷ്ടത്തിലായി പോകും. അതുകൊണ്ട് ഇവിടെ മിണ്ടാതിരുന്ന് കോംപ്രമൈസ് ചെയ്തു കൊള്ളാം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ട, അങ്ങനെ നിൽക്കാൻ ഒക്കില്ല, നിൽക്കാൻ പാടില്ല എന്ന സന്ദേശം നൽകുന്ന ഭയത്തിന്റെ മൂന്നാമത്തെ മാനവും ഈ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കൊണ്ടുവന്നാൽ തകർക്കപ്പെടും എന്ന ധൈര്യവും ഈ സമ്മേളന പ്രമേയത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന പുണ്യകരമായ ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ തന്നെ അത് കബൂലാക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇങ്ങനെ വേണം. കാരണം നമ്മൾ ആരുമല്ല, നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുകയുമില്ല, നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നുമില്ല. പക്ഷേ എന്ത് വേണം? ഈ സത്യപ്രസ്ഥാനത്തിൻ്റെ പ്രബോധനം ഈ സ്വഭാവത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ആ ആത്മവിശ്വാസം പകരുന്ന ഒരു സമ്മേളനമായി ഞാൻ എന്നെ കാണുകയാണ്. വെറുതെ ഒരു പ്രമേയം പാസ്സാക്കാനുള്ള ഇതാർക്കും സാധിക്കും. എന്നാൽ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു മുദ്രാവാക്യം നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചാൽ മറ്റാരെക്കാളും അതിന് സ്വീകാര്യത ഉണ്ടാകുമെന്ന് കൂടി ഈ സംഘടനാ പ്രവർത്തകന്മാരെ വിനീതമായിട്ടും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ഈ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷവും മറ്റു കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഇവിടെ ഞാനതിൻ്റെ വന്നപ്പോൾ ഞാൻ നോട്ടീസ് നോക്കുകയായിരുന്നു. ഞാൻ സംഘാടകരോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അതിൽ പ്രബോധനത്തിൻ്റെ രീതി എന്താവണം, അതിൻ്റെ രൂപം എന്താവണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇതിലേക്ക് വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. പ്രബോധനത്തിൻ്റെ ശൈലി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള പഠനങ്ങളാണ് ആവശ്യം. നമുക്ക് തന്നെ ആവശ്യമായ പഠനങ്ങളാണ്. ഞാൻ വിചാരിക്കുന്നു ഇതിനെപ്പറ്റി നടന്നിട്ടുള്ള ചർച്ചകളിൽ തീർച്ചയായും ലോകം വളരെ വളരെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ ഒരു കാലമാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാലമാണ്. ആ കാലത്ത് പ്രബോധന രീതി ഏത് വിധത്തിലാകണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഇവിടെ നടക്കുന്നു എന്ന് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കുട്ടികളുടെ സ്റ്റാള് കണ്ടു. ആ കുട്ടികൾ അവർ തയ്യാറാക്കിയിട്ടുള്ള ചില പ്രദർശന വസ്തുക്കൾ കാണിച്ചുകൊണ്ട് ആ കുട്ടികൾ സംസാരിച്ചപ്പോൾ എൻ്റെയും കൂടി കണ്ണു നിറഞ്ഞു. എന്താ കാരണം? ആ കുട്ടികൾ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. പക്ഷേ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ചെറിയ കുട്ടികൾ, അവർക്ക് ദൈവത്ത് ഇങ്ങനെ പറയാനുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടാക്കി കൊടുത്തല്ലോ. ആ കുട്ടികൾ എത്ര ഭംഗിയായിട്ടാണ് ഞങ്ങളുടെ ചെറിയ വാക്കുകളിലൂടെ ഏറ്റവും ശക്തമായ ദൈവത്തിൻ്റെ സന്ദേശം പറയുന്നത്. ചെറിയ കാര്യമല്ല. ആ കുട്ടികളുടെ അവതരണം കാണുമ്പോൾ നമുക്ക് തോന്നും, എത്ര നല്ല കുട്ടികൾ, എൻ്റെ കുട്ടിയും ഇങ്ങനെ ആയിത്തീർന്നെങ്കിലോ എന്ന് നാം ചിന്തിക്കുന്ന വിധത്തിൽ നമ്മൾ ആ കുട്ടികളെ പാകപ്പെടുത്തുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? ആ കുട്ടികൾക്കും ബോധമുണ്ടാകുന്നു. ആ കുട്ടികളെ കണ്ട് മറ്റുള്ളവർക്കും മാതൃകയായിത്തീരുന്നു. ആ വിധത്തിലുള്ള ചർച്ചകളെല്ലാം ഇവിടെ നടന്നു. സ്ത്രീകളുടെ മീറ്റിംഗ്, യുവാക്കളുടെ മീറ്റിംഗ്, പണ്ഡിതന്മാരുടെ മീറ്റിംഗ്, അതെല്ലാം നിങ്ങളിതിൻ്റെ ഭാഗമായി നടത്തി. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത്. ഞാൻ നമ്മുടെ ഇത് കാണാറുണ്ട്,
പീസ് റേഡിയോ കേൾക്കാറുണ്ട്. ദൈവത്തിൻ്റെ ശൈലി കാലങ്ങൾ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാലമാണ്. അത്ഭുതകരമായ മാറ്റങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെ നൂതന സങ്കേതങ്ങൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുത്തണമെന്നതിൻ്റെ ക്ലാസിക്കൽ മോഡലാണ് പീസ് TV, പീസ് റേഡിയോ. എത്ര നന്നായിട്ടാണ് നിങ്ങളത് എഡിറ്റ് ചെയ്യുന്നത്. പലപ്പോഴും എനിക്ക് കേൾക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. വളരെ കൃത്യമായി സ്ഫുടതയോടുകൂടി ടെക്നോളജിയുടെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ വെച്ചുകൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങളുടെ തിരിച്ചറിവും നിങ്ങൾ ചെയ്യുന്നു. നല്ല കാര്യമായി ഞാൻ കാണുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകത്ത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ തോതിൽ അപ്പുറത്തൂടെ എതിർപ്പ് വരുന്നത്? അതിൻ്റെ കാര്യങ്ങളും ഗൗരവമായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും, ഞാൻ ഓരോന്നിൻ്റെയും അവരോരോരുത്തരും എടുക്കുന്ന ഇസ്ലാമിക വിരുദ്ധ നീക്കങ്ങളെക്കുറിച്ചും അതിൻ്റെ കാര്യകാലങ്ങളിലേക്കും പോകുന്നില്ല. പക്ഷേ വർത്തമാനകാലത്തെ ഇസ്ലാമിക ചലനങ്ങളുടെ ഇമ്പാക്റ്റ് ലോകത്തിൻ്റെ ഗതി മാറ്റുകയാണ്. വെറുതെ ഒന്നുമല്ല ഈ ഇസ്ലാമിക ഫോബിയ എന്നുള്ള പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇസ്ലാമിക മൂവ്മെന്റിന്റെ എല്ലാ നീക്കങ്ങളെയും തകർക്കാൻ വേണ്ടി ഇത്തരം ശക്തികൾ ശ്രമിക്കുന്നത്. മനുഷ്യൻ കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ, മനുഷ്യനിർമ്മിതമായ നിയമവ്യവസ്ഥിതികൾ, ആ നിയമവ്യവസ്ഥിതികളിലെ പൊള്ളത്തരം മാനവരാശിയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഇസ്ലാമിൻ്റെ ഇമ്പാക്റ്റ് ലോക ചലനങ്ങളിൽ സജീവമായി വന്നിരിക്കുന്നു. എത്രയോ സ്ഥലങ്ങളിൽ പുതിയ പള്ളികൾ വരുന്നു, ഇസ്ലാമിക മൂവ്മെന്റ് സജീവമായിട്ട് വരുന്നു. ലോകത്തുള്ളൊരു കാലത്ത് ഫാഷൻ കയറ്റി അയച്ചിരുന്ന രാജ്യമായിരുന്നു ഫ്രാൻസ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാഷൻ ട്രെൻഡ് എന്തായിരിക്കുമെന്ന് പ്രദർശനം നടത്തി കാണിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത്തരം ഡ്രസ്സുകളുടെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, രാജ്യം. അവിടെ ഏറ്റവും സജീവമായ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിക് മൂവ്മെൻ്റാണ്. യൂറോപ്പിൽ, മറ്റ് രാജ്യങ്ങളിൽ ഈ തരംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ പേടിക്കുന്നു. എന്താണ്? തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി അവർ കെട്ടിയുണ്ടാക്കിയ കഥകൾ, ആ കഥകളുടെ പൊള്ളത്തരങ്ങൾ മനുഷ്യനെ മനസ്സിലാക്കുന്ന വിധത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മൂവ്മെന്റ്, ആ മൂവ്മെന്റ് ശിഥിലമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സജീവമായി ലോകത്തുണ്ട്. അതുകൊണ്ടാണ് അതാ ഒരു പേടിയാണ്, അത്തരക്കാർക്കുള്ള അത്തരം പേടിയാണ് നമുക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് ആവേശം നൽകുന്ന മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഈ നമുക്കുള്ള വിഭവശേഷി വളരെ കുറവാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടേക്ക് ആയതുകൊണ്ട് ഇവിടുത്തെ നല്ല അറബികൾ ഇതൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം തരുന്നു, സൗകര്യം തരുന്നു. വളരെ ചുരുങ്ങിയ റിസോഴ്സേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ കാര്യത്തിലോ വലിയ റിസോഴ്സ് ഉണ്ട്. അവർക്ക് മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്, അവർക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? നല്ല നിയ്യത്തും ഒരു ഇഖ്ലാസുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭൗതിക സന്നാഹങ്ങളെ, ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനായിട്ടുള്ള ദുരാരോപണങ്ങളുടെ മുനയൊടിക്കാൻ കഴിയുന്ന വിധത്തിൽ ജീവിതത്തെ തന്നെ, സ്വന്തം ജീവിതത്തെ തന്നെ സന്ദേശമാക്കി മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിൽ ഓരോ മുസ്ലിമും നിർബന്ധമായും നിർവഹിച്ചിരിക്കേണ്ട ദൗത്യമാണ്. ആ ദൗത്യത്തിലേക്ക് പോകുന്ന സംഘടനയെ, അതിനെല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുന്നവരെ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മരിച്ചു പോയാൽ നമുക്ക് ബാക്കിയായി നിൽക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന് ശിരവാകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെന്നത് ചെറിയ കാര്യമല്ല. മദനി സാഹിബിൻ്റെ ഇന്നത്തെ ഖുത്ബയും ഞാൻ കേട്ടു. എല്ലാ സമയത്തും നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന പോലെ പടച്ചവനോട് നന്ദി ചെയ്യാൻ ഇതൊക്കെ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത്തെ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ കുട്ടിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, എല്ലാറ്റിനും അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ മാർഗമുള്ളൂ. ആ മാർഗങ്ങൾ ചെയ്യുന്ന പക്ഷം അത് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയായി കിട്ടും.
ആ ബാക്കിയായി കിട്ടുന്ന കാര്യങ്ങളിൽപ്പെട്ട സംഗതികൾ ഇതിലൂടെ നേടാൻ കഴിയുന്നുവെന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകന്മാർക്കും ആവേശം നൽകുന്നതും മുന്നോട്ട് പോകാൻ കൂടുതൽ പ്രചോദനമുണ്ടാക്കുന്നതുമായിട്ടുള്ള സംഗതികളാണ്. ഈ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വേണം ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെയും വിലയിരുത്താൻ. ഇന്ത്യയിലെ ന്യൂനപക്ഷം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചെറിയതാണ്. 10-14% മാത്രമുള്ള മുസ്ലിം ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തിന് ഇന്ത്യ രാജ്യത്ത് ഇന്നത്തെ സാഹചര്യത്തിലുള്ള പ്രശ്നങ്ങൾ, എന്നത്തെയും പ്രശ്നങ്ങൾ, അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുകയല്ല എൻ്റെ ഉദ്ദേശം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. കമ്മീഷൻ്റെ എണ്ണം ഒറ്റവാക്കിൽ അങ്ങ് പറഞ്ഞു പോയാൽ തന്നെ ഈ മീറ്റിങ്ങിൽ 1-2 മണിക്കൂർ സംസാരിച്ചാൽ കമ്മീഷൻ്റെ എണ്ണം തീരില്ല. സച്ചാർ കമ്മിറ്റി, അതെങ്ങനെ നടപ്പിലാക്കിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വേറെ കമ്മിറ്റി, പ്രൊഫസർ കുണ്ടു കമ്മിറ്റി, അത് JNUവിലെ പ്രൊഫസറാണ് പ്രൊഫസർ കുണ്ടു. എങ്ങനെയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയെന്നുള്ളതിനെ പറ്റി കുണ്ടു കമ്മിറ്റി അന്വേഷണം നടത്തിയിട്ട് അവർ കണ്ടെത്തി 1983 ഗോപാൽ സിംഗ് പാനൽ കണ്ടെത്തിയ സത്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാര്യമായൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. സച്ചാർ കമ്മിറ്റിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗത്ത് ആ റിപ്പോർട്ടിൻ്റെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തെളിവ് കൊടുത്തു മടുത്തു, ഞങ്ങൾക്ക് ഇനി കൊടുക്കണ്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ അത്തരം കമ്മിറ്റികൾ അവസാനം ഇവിടെ എല്ലാവരും കൂടി എന്ത് പറഞ്ഞു? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഭയങ്കര ചർച്ചയായിരുന്നു നാട്ടിൽ മുഴുവനും. സച്ചാർ കമ്മിറ്റി ന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, അവരുടെ സോഷ്യോ എക്കണോമിക് സ്ഥിതിയെക്കുറിച്ച്, ഐഡന്റിറ്റിയെക്കുറിച്ചൊക്കെ നല്ല റിപ്പോർട്ട് കൊടുത്തു. എല്ലാവരും വിചാരിച്ചു ഇവിടെ അത്ഭുതം നടക്കാമെന്ന്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ തന്നെ ഇവിടെ ഒരുപാട് ചർച്ചകൾ നടന്നു, വിവാദങ്ങൾ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രംഗനാഥ് മിശ്ര കമ്മീഷൻ വന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്നതാണ് പ്രശ്നങ്ങളെന്നാണ്, പരിഹാരങ്ങൾ പറഞ്ഞിരുന്നില്ല. രംഗനാഥ് മിശ്ര കമ്മീഷനിൽ പരിഹാരങ്ങൾ പറഞ്ഞു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറുടെ ഡയഗ്നോസ് ചാർട്ട് പോലെയാണ്. ഒക്കെ ചെയ്ത് ECG, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് ഇന്നതാണ് സോക്കേടെന്ന് കണ്ടെത്തി. ചികിത്സ പറഞ്ഞിരുന്നില്ല. ചികിത്സ പറഞ്ഞത് രംഗനാഥ് മിശ്ര കമ്മീഷനിലായിരുന്നു. അതാണ് പ്രിസ്ക്രിപ്ഷൻ ചാർട്ട്. അതിൽ പറഞ്ഞു അഫർമേറ്റീവ് ആക്ഷൻ സംവരണമാണ്, സംവരണം കൊടുക്കണം. SC/STക്ക് ഉള്ളതുപോലെ ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ട് സ്കീം വേണം. പ്രധാനമന്ത്രിയുടെ 15 പരിപാടിയിൽ ഇന്ന വിഭാഗത്തിൽ നിയമനിർമ്മാണങ്ങൾ വേണം എന്ന കാര്യമൊക്കെ പറഞ്ഞു. രണ്ടാമത് ചർച്ച ചെയ്തതേയില്ല. സച്ചാർ കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും രംഗനാഥ് മിശ്ര കമ്മീഷൻ ചർച്ച ചെയ്യാതെ പോയി. അങ്ങനെ എത്രയോ കമ്മീഷൻ റിപ്പോർട്ടുകൾ കണ്ടു, കമ്മിറ്റി റിപ്പോർട്ടുകൾ കണ്ടു. അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ഗണ്യമായ പരിഹാരം ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ നടക്കും, ചില സ്കോളർഷിപ്പുകൾ, അതുപോലെ ചില കാര്യങ്ങൾ നടന്നു വന്നല്ലാതെ ആ വിധത്തിലുള്ള യാതൊരു കാര്യമായിട്ട് നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടന്നില്ലെന്ന കാര്യം ഗൗരവമായി സമുദായത്തിനകത്ത് തന്നെ ചർച്ച ഉണ്ടാകണം. ഗവൺമെൻറ് ശൈലിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഭരണഘടന പ്രശ്നമല്ല. നമ്മുടെ അത്ര നല്ല ഭരണഘടന ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല. ഏറ്റവും നല്ല ഭരണഘടനയാണ്. ആർട്ടിക്കിൾ 15 ആവട്ടെ, 16 ആകട്ടെ, 29 ആകട്ടെ, 30 ആകട്ടെ, 31 ആകട്ടെ, ആർട്ടിക്കിൾ 14 ആകട്ടെ, എല്ലാം തുല്യ അവസരമാണ്. ജസ്റ്റിസ് ഫോർ ഓൾ, തുല്യനീതി, നിയമത്തിന് മുമ്പിൽ തുല്യനീതി, പ്രവേശനത്തിൻ്റെ മുമ്പിൽ തുല്യനീതി, വർക്ക് പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ തുല്യനീതി. പക്ഷേ നിർഭാഗ്യവശാൽ അവയെല്ലാം തന്നെ പലതും കടലാസിൽ കിടക്കുകയാണ്. അതേ സമയത്ത് ഇന്നത്തെ ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ സമീപനങ്ങൾ ഏതൊരു മനുഷ്യനും, അത് മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഏതൊരു ഭാരതീയനെയും ദുഃഖിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സംഗതികൾ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അനുദിനം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആത്മാവെന്ന് പറയുന്നത് തന്നെ ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് ഫെയ്ത്ത്. ഫ്രീഡം ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതുപോലും കുറ്റമായിട്ട് കാണുകയാണ്. അങ്ങനെ
കുറ്റമായി കാണുന്ന സമയത്ത് എന്താണ് മാർഗം? എന്നാ പിന്നെ തൽക്കാലം ഇത് ചെയ്യേണ്ടെന്നാണോ? അങ്ങനെ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന വിലയില്ലാത്തതാണെന്ന് ഒരു ഭരണകൂടം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നവരുടെ ബാധ്യതയാണ് ഇന്ത്യയെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് നയിക്കുക എന്നുള്ളത്. മതപ്രബോധകന്മാരുടെ പേരിൽ നമുക്കറിയാം പലരുടെയും പേരിൽ കേസുണ്ട്. ഞങ്ങൾ തന്നെ പല കാര്യത്തിലും ഇടപെട്ടു. ഇവിടെ ഞാനതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു കക്ഷി ചേർന്ന ഈ പല മതപണ്ഡിതന്മാരുടെ പേരിലും പ്രശ്നങ്ങൾ വന്ന സമയത്ത് അധികാരത്തിൽ ഈ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒരിക്കലും നോക്കിയിട്ടില്ല ഇന്ന പണ്ഡിതന് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവനാണോ എന്ന്. അത് നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അന്നും ഇന്നും നമ്മളെല്ലാവരുടെയും വിശ്വാസം അതാണ്. ഷാക്കിർ നായിക്കിൻ്റെ പ്രശ്നം വന്നു. ഷാക്കിർ നായിക്കിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഇവിടെ കുറേ ദിവസമായി ആളുകൾ മിണ്ടുന്നില്ല. മിണ്ടാതിരുന്ന എന്തുകൊണ്ടായിരുന്നു? പേടിയായിരുന്നു. ഷാക്കിർ നായിക്കിന്റെ പേരിൽ UAPA ചുമത്തുന്നുണ്ട്, NIA കേസെടുക്കുന്നുണ്ട്. മിണ്ടിയാൽ മിണ്ടുന്നവൻ അകത്താകുമെന്ന പേടിയായിരുന്നു പലർക്കും. ആ പേടി പൊളിക്കുകയായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുള്ള താല്പര്യം. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞു ഷാക്കിർ നായിക്കിനെ അനാവശ്യമായിട്ട് വേട്ടയാടുകയാണ്. ഞങ്ങൾ ഷാക്കിർ നായിക്കിനെ നേരത്തെ കൊണ്ടുവന്ന് ഏതെങ്കിലും മീറ്റിങ്ങിൽ സംസാരിച്ച ആളുകളല്ല. കാരണം അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾ കൃത്യമായും അദ്ദേഹത്തിൻ്റെ പ്രബോധന മാർഗത്തിൽ തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നീക്കത്തെ താത്വികമായിട്ട് എതിർക്കുകയായിരുന്നു. പത്രസമ്മേളനം നടത്തി. ടെക്നോ ടൈപ്പ് പത്രസമ്മേളനമാണ് ഞങ്ങൾ നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ ഷാക്കിർ നായിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാസറ്റ് വെച്ചുകൊണ്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. ഒരു വലിയ സദസ്സിൽ ഷാക്കിർ നായിക്ക് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കുട്ടി ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ IS? അദ്ദേഹം പറഞ്ഞു, IS ഈസ് ആൻറ്റി ഇസ്ലാമിക്. അങ്ങനെ ഒരു ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയിൽ നിന്ന് ആരും മടിച്ചു നിൽക്കാൻ പാടില്ലാത്തതാണെന്ന് ആണ് അന്നും ഇന്നും ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ പേടിച്ചാൽ മുട്ട് പറച്ചാൽ റസൂൽ കരീം നമ്മളെ അന്തിമമായി ഹജ്ജത്തുൽ വിദായിൽ വെച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു ജോലിയുണ്ട്. ആ ജോലി എന്താണ്? അവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകളല്ലാത്തവർ, സന്നിഹിതരായിട്ടുള്ള ആളുകൾ ദീൻ പൂർണ്ണമാക്കി തന്നതിൻ്റെ സന്ദേശം എവിടെയെല്ലാം എത്തിക്കണമോ അവിടെയെല്ലാം എത്തിക്കാൻ വേണ്ടി റസൂൽ കരീം നമ്മളെ ചുമതലപ്പെടുത്തിയതാണ്. സഹാബി വര്യന്മാരൊരു കാര്യം ചെയ്തു അത്രയേ, ഒട്ടകം എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ടങ്ങ് വിട്ടു. തിരുനബി പറഞ്ഞതിനനുസരിച്ച് തൗഹീദിന്റെ ദൗത്യം എത്തിക്കാൻ വേണ്ടി. തിരുനബിയുടെ കൽപ്പന കിട്ടിയപ്പോൾ ആ കൽപ്പന മാനിച്ച് ഒട്ടും മടിക്കാതെ ദീനുൽ ഇസ്ലാമിന്റെ പ്രചരണവുമായിട്ട് അവർ ഇറങ്ങിപ്പുറപ്പെട്ടു. നബിയുടെ കൂടെ ജീവിക്കണമെന്ന്, നബിയുടെ കൂടെ മരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അധിക സഹാബിമാരും നബിയുടെ കൂടെ അല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി ദഅവത്ത് നടത്തി. അവിടെവിടെങ്ങളിലൊക്കെ തന്നെ അവർ മരിച്ചു. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ മുഴുവൻ വേട്ടയാടിയാൽ ഇന്നൊരു ഷാക്കിർ നായിക്കായിരിക്കും, നാളെ മറ്റൊരാളായിരിക്കും. ആ വിധത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്ന സമയത്ത് തീർച്ചയായും ആരോടും കലാപം ഉണ്ടാക്കേണ്ട കാര്യമില്ല, സായുധ വിപ്ലവം നടത്തേണ്ട കാര്യമില്ല, ചെയ്യാൻ പാടില്ല. പക്ഷേ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ശബ്ദങ്ങൾ ഉയരുന്ന സമയത്ത് അതിന് വഴങ്ങാൻ ഒക്കുകയില്ലെന്ന് പറയുന്ന വ്യക്തിത്വം കാണിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ പേടിച്ചു നിന്നാൽ തലയ്ക്ക് മുകളിൽ കയറും. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ശൈലി ആ സ്വഭാവത്തിലുള്ളതാണ്. ഇമാം അക്ബറിൻ്റെ കാര്യം വന്നു. ഇമാം അക്ബറിൻ്റെ കാര്യം വന്ന സമയത്തും
ഇവിടെ കഥകൾ പറഞ്ഞുണ്ടാക്കിയായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അദ്ദേഹത്തിന് സിറിയയിൽ നിന്നിട്ട് കോച്ചിങ് കിട്ടുന്നുണ്ട്, ICUവിലും നമ്മളെല്ലാവരും ഇവിടെ വിട്ടു. നിങ്ങൾ എല്ലാവരും, ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു സങ്കടമാണ്. എന്താണ്, ഇവിടെ MM അക്ബറിൻ്റെ കാര്യമാവട്ടെ, മറ്റ് പല പണ്ഡിതന്മാരുടെയും കാര്യമാകട്ടെ, പീസ് സ്കൂളിൻ്റെ കാര്യമാകട്ടെ, ഈ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, അവിടെയും ചിലർ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. എന്തിനായിരുന്നു? ഇന്ന് തേടുന്നത് MM അക്ബറിനെ ആണെങ്കിൽ, അതുപോലുള്ള മറ്റൊരു മതപണ്ഡിതനെയാണെങ്കിൽ ചിലർ ആഘോഷിക്കുകയാണ്. ഓ, ഇന്നാൾ സലഫി എന്ന് പറഞ്ഞാൽ അവരാണ് തീവ്രവാദം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവരെ തെരഞ്ഞു പോകാൻ വേണ്ടി ലേഖനം എഴുതുന്നു. ഈ നാട്ടിലെ തീവ്രവാദത്തിൻ്റെ ഉൽപ്പത്തി സലഫികളാണ് എന്നുള്ള നിലയിൽ ചിലർ ഈ കിട്ടിയ സന്ദർഭം ആഘോഷിക്കുന്നു. സങ്കടമുള്ള കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ പകയും വിദ്വേഷവും? മതപ്രബോധനത്തിന് നേരെ തടസ്സമുണ്ടാക്കുന്ന ശക്തികൾ, അവർക്ക് സുന്നി ഏതാണ്, മുജാഹിദ് ഏതാണ്, തബ്ലീഗ് ഏതാണ് എന്ന ചിന്തയില്ല. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയാണ് അവർ എതിർക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ഇന്നടത്ത് ഇന്നവൻ തീവ്രവാദിയാണ്, അവരുടെ ബുക്കിൽ ഇങ്ങനെയുണ്ട്, അവർ പറഞ്ഞിട്ട് താടി വെച്ച് പാൻറ് ഏറെ മേലോട്ട് കയറ്റി തീവ്രവാദികളായി, സിറിയയിലേക്ക് ഒളിച്ചുപോടിയവരായി അവരെ പറഞ്ഞയച്ചതും അവർക്ക് യാത്രാമൊഴി നടന്നതും ഇന്ന വിഭാഗമാണെന്ന് പറയുവാൻ സ്വന്തം സമുദായത്തിലെ ആളുകൾ രംഗത്ത് വരുന്ന സമയത്ത് അത് സങ്കടമുള്ള കാര്യമാണ്. അവർക്ക് അള്ളാഹു നല്ല ബുദ്ധി തോന്നിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇത്തരം ആളുകൾക്ക് വേണ്ടത് അത്തരക്കാരെയാണ്. എത്ര ലേഖനങ്ങളുണ്ടായി. ഞാൻ ചില മുസ്ലിം പത്രങ്ങൾ ആ കാലത്ത് എഴുതിയ ലേഖനം വളരെ വേദനയോടുകൂടി വായിച്ച ആളാണ്. എത്ര ആവേശത്തോടു കൂടിയാണ് സലഫികൾ അങ്ങനെയായിരുന്നു, അല്ലെ ഇന്നത്തെ വിഭാഗമാണ് ഇങ്ങനെ പോയിട്ടുള്ളത് എന്നുള്ളത് മുസ്ലിം പത്രം എന്നുള്ള നിലയിൽ അംഗീകാരം വാങ്ങിച്ചിട്ട് അതിൽ ലേഖനം എഴുതി ചില ആളുകൾ ആസ്വദിച്ചു. ഇവിടെയാണ് എനിക്ക് പ്രബുദ്ധമായ സദസ്സിനോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. മന്ത്രി സാഹിബ് ഇവിടെയുണ്ട്, ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരുണ്ട്. തീർച്ചയായും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ് നമ്മൾ. ഇവിടെ സത്യപ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തിന് നേരെ വരുന്ന ഇത്തരം വെല്ലുവിളികളെ മറ്റൊന്നുകൊണ്ടും നമുക്ക് നേരിടാൻ കഴിയില്ലെങ്കിലും എല്ലാം കൊണ്ടും നേരിട്ടാൽ കിട്ടുന്ന ഗുണമുണ്ട്. അത് അള്ളാഹുവിനോട് സങ്കടം പറയലും യോജിച്ച് നിൽക്കലുമാണ്. അതിന് സന്മനസ്സില്ലെങ്കിൽ പിന്നെ മുസ്ലിം ഉമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചര്യയിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഇങ്ങനെ അകന്നു നിൽക്കാൻ ഒക്കില്ല. അകന്നു നിൽക്കാൻ പാടില്ലാത്തതാണ്. ശത്രുക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അതാണെന്ന കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് എന്ത് വേണം? ഗൗരവമായ ചിന്തകൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. ഇല്ലാത്ത പകയും വിദ്വേഷവും സമുദായത്തിനകത്തുണ്ടാക്കി കൂടുതൽ വിനാശകരമായ സാഹചര്യത്തിലേക്ക് സമുദായത്തെ കൊണ്ടുപോകുന്ന അത്തരം ശക്തികളുടെ കൂടെ അത്തരം ശക്തികൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്ത കാര്യം ശരിയാവില്ല. പീസ് സ്കൂളുകളിൽ പോയിട്ട് തെരഞ്ഞു. ഞാനൊരു ദിവസം പിറ്റേന്നൊരു പത്രത്തിൽ വായിച്ചു, അവർക്ക് സിലബസ് ഉണ്ടാക്കി കൊടുക്കുന്നത് സിറി എന്നാണ്. എൻ്റെ പേരക്കുട്ടികൾ പഠിക്കുന്നത് കോഴിക്കോട്ടെ പീസ് സ്കൂളിലാണ്. മുസ്ലിം സമുദായത്തിൻ്റെ സ്കൂളുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒന്നുമല്ല പീസ് സ്കൂളുകൾ. അത് അവർ പല മാനേജ്മെൻറ്റും പല വിധത്തിലാണ് നടത്തുന്നത്. പല സ്ഥലങ്ങളിൽ പല മാനേജ്മെൻറ്റാണ്. അവിടെ പോയിട്ട് പരിശോധിച്ചിട്ട് ചില കുറ്റങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചാർജ് ഷീറ്റ് കൊടുത്തു.
ഒരു ചാർജ് ഷീറ്റിൽ എന്താ പറഞ്ഞത്? അവർ ചെയ്യുന്ന ഒരു അപരാധമുണ്ട് അത്രേ. എന്താണ്? പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞ ഭാഗം ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ പറ്റി പറയുന്നത്, ഇബ്രാഹിം നബി വിഗ്രഹങ്ങൾ എതിർത്തിരുന്നു. വിഗ്രഹങ്ങളുടെ നോക്കുന്ന ആൾക്കാർ പോയ സമയത്ത് അവർ തിരിച്ചു വന്നപ്പോഴത്തേക്കും വിഗ്രഹങ്ങളെല്ലാം തല്ലി ഉടച്ച് എന്നിട്ട് അവർ ചോദിച്ചു ആരായി ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വലിയനോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അവർ ഇബ്രാഹിമിനെ തീക്കുണ്ടത്തിലിട്ടു. തീ അദ്ദേഹത്തെ കരിച്ചു കളഞ്ഞില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി. കേസെടുത്ത പോലീസുകാരൻ്റെ ചോദ്യം എന്താണെന്നറിയോ? ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതവിദ്വേഷം ഉണ്ടാകില്ലേ? ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് തന്നെ ഇത്തരം ഷിർക്കിനെതിരായിട്ട് നിൽക്കലാണ്. അള്ളാഹു എല്ലാ കുറ്റം പുറത്തു കൊടുക്കും, ഷിർക്ക് ഒഴികെ, അതിൽ പങ്കുചേർക്കുന്ന ഒഴികെ. ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ഖുർആനിൽ പറഞ്ഞല്ലാതെ വേറെ ഖുർആൻ അമെൻഡ് ചെയ്ത് പഠിപ്പിക്കാൻ നോക്കൂ. ആ സ്വഭാവത്തിൽ ഇത്തരം സ്ഥാപനങ്ങളെ ഇന്ന് വേട്ടയാടാൻ മൗനം അനുവദിച്ചു കൊടുത്താൽ നാളെ മതപ്രബോധനത്തിന്റെ എല്ലാ വാതായനങ്ങളും അടയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യവും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വാസ്തവവിരുദ്ധമായ കുറേ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് പിണങ്ങി നിന്നിട്ടോ മിണ്ടാതിരുന്നിട്ടോ കാര്യമില്ല. സത്യം ഇന്നതാണ് എന്ന് ലോകത്തോട് പറയാനുള്ള ആത്മധൈര്യമാണ് നേടേണ്ടത്. ആരെയും പ്രകോപിപ്പിക്കാനല്ല. ഇസ്ലാം അങ്ങനെ പ്രകോപിപ്പിക്കാൻ പറയുന്നുണ്ട് ഇല്ലല്ലോ. പാർലമെന്റിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പല സംഗതികളുണ്ടായി. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ചിലർക്ക് ഓരോ അജണ്ടയാണ്. ഒന്നുകിൽ ഒരു ഗോവധം, അല്ലെങ്കിൽ ഒരു ലവ് ജിഹാദ്, അല്ലെങ്കിൽ മുത്തലാഖ്. ഈ വർത്തമാനെല്ലാം കേട്ടാൽ തോന്നുന്നു എത്ര നിസ്സാരവൽക്കരിക്കുകയാണ് ഒരു കാര്യങ്ങൾ. ഇസ്ലാം സ്ത്രീയെ തടവറയിലിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെയാണ് വലിയ വികാരത്തോടുകൂടി പറയുന്നത്, ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യൻ സ്ത്രീകളുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് മുത്തലാഖാണ്. 14% സമൂഹം, ഇന്ത്യൻ പോപ്പുലേഷനിലെ 14% മാത്രമാണ്, 14% താഴെയാണ് മുസ്ലിം സമുദായമുള്ളത്. ഡൈവേഴ്സിൻ്റെ എണ്ണം തന്നെ കുറഞ്ഞു. ഇനി അതിൽ തന്നെ മുത്തലാഖ് എത്രയുണ്ടാവും? അതിൻ്റെ ന്യായാന്യാതകളിലേക്ക് ഞാൻ പോകുന്നത്. അതാണോ പ്രശ്നം? ഇവിടെ ആരെങ്കിലും വലിയ ബുദ്ധിജീവികളുണ്ട്, ചിന്തകന്മാരുണ്ട്, വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. എത്ര പരിതാപകരമാണ് ഈ നാട്ടിലെ സ്ത്രീയുടെ പ്രശ്നം. ഒറ്റ കാര്യം, ഇവിടെ ഇപ്പം ഭരണഘടനയിലെ 44-ാം വകുപ്പിൽ ഈ ഏക സിവിൽ കോഡിന് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞതിനെ പറ്റി ആവേശപൂർവ്വം സംസാരിക്കുന്ന ആളുകൾ ഭരണഘടനയെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്? മദ്യനിരോധനം. ഇവിടെ ഏത് ബുദ്ധിജീവിയാണ് സംസാരിക്കുന്നത്? ഈ നാട്ടിലെ സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത് മദ്യപാനിയായിട്ടുള്ള ഭർത്താവിൻ്റെ ചവിട്ടേറ്റ് കരയലാണ്. എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്? എത്ര മോട്ടോർ ആക്സിഡൻ്റാണ് നടന്നിട്ടുള്ളത്? എന്തെല്ലാം തെറ്റായ കാര്യങ്ങളാണ് നടക്കുന്നത്? സ്ത്രീ പീഡനങ്ങളുടെ കാര്യം എടുത്ത് പറഞ്ഞാൽ സ്ത്രീ പീഡനങ്ങൾ ഏറ്റവും അധികം നടക്കുന്നത് സ്വന്തം ഗൃഹത്തിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമാണ്. ഔദ്യോഗികമായ കണക്കുകളാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ക്രൈം ബ്യൂറോവിൻ്റെ കണക്കാണ്. എന്നാൽ ഈ മദ്യത്തിൻ്റെ വിപത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവർ വളരെ പവർഫുൾ ലോബിയാണ്. അവരെന്ത് പറയുന്നു? ചെത്തുതൊഴിലാളിക്ക് ജോലി ഉണ്ടാവില്ല, അതുകൊണ്ട് മദ്യത്തിനെതിരായി സംസാരിക്കാൻ തയ്യാറില്ല. മദ്യത്തിൻ്റെ ഫലമായിട്ട് ഈ നാട്ടിലെ സഹോദരിമാർ, അമ്മമാരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് മനസ്സില്ല. ഈ നാട്ടിലെ സ്ത്രീയുടെ അവരെ തടവറയിലിടുന്നതിൻ്റെ പ്രധാനമായ കാരണം ഈ പറയുന്ന മുത്തലാഖ് പോലുള്ള സംഗതിയാണ് എന്നുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ കൃത്യമായി നിങ്ങൾ വനിതാ സമ്മേളനം നടത്തിയെന്ന് പറഞ്ഞു. അതിൽ കാരുണ്യത്തെപ്പറ്റിയും ഇസ്ലാം സ്ത്രീകൾ നൽകിയ പ്രാധാന്യത്തെപ്പറ്റിയും എല്ലാം ക്ലാസ് നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സഹോദരിമാർ വ്യാപകമായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ ഈ കാര്യത്തിൽ ഏർപ്പെടേണ്ടതുള്ളൂ. കാരണം ഇവിടുത്തെ സ്ത്രീക്ക് ആത്മാവുണ്ടെന്ന് അംഗീകരിച്ചത്, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന മനുസ്മൃതി വാക്യത്താൽ ഇവിടുത്തെ സ്ത്രീ തടവറയിൽ നിർത്തപ്പെട്ട കാലത്ത്, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലത്ത് ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാണവായു നൽകിയത് ഇസ്ലാമാണ്. ലോകത്ത് ഇസ്ലാം പറയുന്നത്, ഞാൻ എക്സിബിഷനിൽ കണ്ടു, ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്ന സഹോദരിമാർ ലോകത്ത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അതില്ലാത്തവരനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തെ പറ്റിയും ഒരു കുട്ടി വളരെ വാചാലമായി എന്നോട് വിശദീകരിച്ചു. എന്നാൽ എന്തുകൊണ്ട്? മറിച്ചൊരു ചിത്രത്തിനാണ് ലോകത്തെ മുഴുവൻ സ്ത്രീവിരുദ്ധ സമീപനത്തിൻ്റെ
ഉത്തരവാദികൾ ഈ രാജ്യത്ത് ഇത്തരം ആശയങ്ങൾ പറയുന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമാണ് എന്നുള്ള സ്വഭാവത്തിലുള്ള പ്രവർത്തനം. അതിനെയും തീർച്ചയായും ശക്തിയുക്തമായി ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവയും തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. സ്ത്രീ സഹോദരിമാർ തന്നെ പ്രത്യേകമായിട്ട് ആ കാര്യത്തിൽ മുന്നോട്ട് വരേണ്ട കാര്യവുമുണ്ട്. മറ്റൊരു ദേശീയതയാണ്. ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റുകളും അവരുടെ സിംഹാസനത്തിന്റെ കാലുകൾ ഉറപ്പിക്കാൻ വേണ്ടി എടുത്ത സൂത്രവിദ്യ ദേശീയതയുടെ പേരിൽ വിറകൊള്ളിക്കുക എന്നുള്ളതായിരുന്നു. ദേശീയതയുടെ ഡെഫിനേഷനെ കുറിച്ചും മദനി സാഹിബിന്റെ ഇന്നത്തെ ഖുതുബയിൽ ഉണ്ടായിരുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് ദേശീയത ആരെങ്കിലും എഴുതി പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു രാജ്യത്തോടുള്ള കൂറും ആത്മാർത്ഥതയും വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായി തന്നെ കാണുന്ന മതമാണ് ഇസ്ലാം. എന്നാൽ ഇവിടെ ദേശീയതയുടെ പേരിൽ ഒരു പുതിയ വ്യാഖ്യാനം കൊടുക്കുകയാണ്. റീഡിഫൈനിങ് ദി നാഷണാലിറ്റി, റീഡിഫൈനിങ് ദി കൾച്ചർ. ആ സ്വഭാവത്തിൽ എന്താണ് ഇന്ത്യൻ സംസ്കാരം, എന്താണ് ഇന്ത്യൻ ദേശീയത എന്നുള്ള നിലയിൽ ദുർവ്യാഖ്യാനം നടത്തുന്ന നീക്കം നടക്കുകയാണ്. അവിടെയും ഇസ്ലാമിൻ്റെ ദേശീയ വീക്ഷണങ്ങൾ എന്താണ്, സ്വരാജ്യത്തോടുള്ള സ്നേഹം എന്താണ്, മറുനാട്ടിൽ ജോലി ചെയ്യുമ്പോഴുള്ള സ്നേഹം എന്താണ്, ഓരോ രാജ്യത്തോടും എടുക്കേണ്ട സമീപനം എന്താണ് എന്നത് വിശ്വമാനവികതയുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാം കാണിക്കുന്ന മാതൃകയും ലോകത്തിന് മുമ്പിൽ വെക്കേണ്ട കാര്യം നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ മതം മാറ്റത്തിൻ്റെ കാര്യം. എത്രയെത്ര പ്രചരണങ്ങളാണ്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ, അതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഒരു പ്രധാന പ്രശ്നമായിരുന്നു ലവ് ജിഹാദ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അത് തെറ്റായ പ്രചരണമായിരുന്നു. പക്ഷെ എന്തെല്ലാം അപ്രസക്തമായിട്ട് കാര്യങ്ങൾ നടന്നു. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക വ്യവസ്ഥിതിയെപ്പറ്റി ഞാൻ പാർലമെൻറ്റിൽ ഒരു കഥ സംസാരിച്ചു. പാർലമെൻറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രണയിച്ച് ഒരാളെ കൊണ്ടുപോയിട്ട് അങ്ങ് ഇസ്ലാമിലാക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. ഇസ്ലാമിൽ നിർബന്ധിച്ചോ ആകർഷണം പറഞ്ഞിട്ടോ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ബാധ്യതയില്ല. അങ്ങനെ ആളെ കൂട്ടലല്ല, പ്രബോധനം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കഥകൾ പറഞ്ഞ് ശാന്തമായ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തരീക്ഷം അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളും ഗൗരവമായിട്ട് കാണേണ്ട സംഗതികളാണ്. അതോടൊപ്പം തന്നെ സ്വയം വിമർശനമായിട്ട് വിലയിരുത്തേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ്? നമുക്കെല്ലാം അറിയാം. ഇതിനെല്ലാം മുറിച്ച് കിടക്കാൻ എന്താ മാർഗം? മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ജനങ്ങളെ ഖുർആനിലൂടെ കൊണ്ടുപോവുക തന്നെയാണ്. എത്രയോ കാലമായി നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എത്രയോ കാലം നഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ എല്ലാവരെയും ആ മാർഗത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സമീപകാലത്ത് നല്ല ചലനങ്ങൾ വന്നിട്ടുണ്ട്. ഖുർആനെ ഓതുക, അല്ലെങ്കിൽ ഖുർആൻ്റെ അർത്ഥം പറയുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരന് പറ്റിയ പണിയല്ല. അത് വലിയ വലിയ പണ്ഡിതന്മാർ മാത്രമേ പറയാനൊക്കൂ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണ തിരുത്തി പാടത്ത് പണിയെടുക്കുന്നവനും കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവനും തൊഴിലാളിക്കും ഇടത്തരക്കാരനും ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഖുർആൻ. ഖുർആൻ തന്നെ ആളുകളെ ആവേശം കൊള്ളിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു തആല ഇതിനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടി. പക്ഷെ എത്ര പേരുണ്ട് ചിന്തിക്കുന്നത് എന്ന ചോദ്യം ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഖുർആൻ ചോദിക്കുകയാണ്. ആ പരിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നതാണ് ഈ വസ്വാസും കൺഫ്യൂഷനും തീരാനുള്ള ആദ്യത്തെ മാർഗം. ആ മാർഗത്തിൽ നടത്തുന്ന യജ്ഞങ്ങളാണ് തീർച്ചയായിട്ടും ഈ അപകടങ്ങളെ നൂലാമാലകളിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. യോജിക്കാൻ കഴിയുന്ന എല്ലാ കാര്യത്തിലും അങ്ങ് യോജിച്ചേക്കണം എല്ലാവരും. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇത് ഓരോ വീക്ഷണത്തിൽ ഒരു ഇമാമിൻ്റെ കണ്ടെത്തലുകൾ മറ്റൊരു ഇമാമിൻ്റെ മറ്റൊരു കണ്ടെത്തൽ, ഇതിൻ്റെ മെറിറ്റിലേക്കും ഡീമെറിറ്റിലേക്കും പോകാൻ ഞാൻ ഏതായാലും പറ്റില്ല. എനിക്ക് അങ്ങനെ പണ്ഡിതോചിതമായിട്ട് അതിനെ പറ്റിയിട്ടൊരു അഭിപ്രായം പറയാനൊക്കില്ല. പക്ഷേ എല്ലാവർക്കും ഒരു മിനിമം പരിപാടി ഉണ്ടാവണം. ഏത് പാർട്ടിപ്പെട്ടവനായിരുന്നാലും ശരി, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, സാധിക്കുന്നത്ര കലഹങ്ങൾ കുറക്കാൻ, ആ കലഹങ്ങൾ കുറക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളോടല്ല, നിങ്ങളോടെന്ന പോലെ ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്. എല്ലാ സംഘടനകൾക്കും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകണം. കാരണം വളരെ വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ.
ഉത്തമ സമുദായമായി ഉയർന്നു വരേണ്ടവരാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമുദായത്തിനിടയിൽ ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു ചലനം കൊണ്ടെങ്കിലും അകൽച്ച ഇല്ലാതാക്കാൻ ശ്രമിക്കുമെങ്കിൽ അള്ളാഹു തആല അതിന് കൂലി തരുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അത് ഗൗരവമായിട്ടുള്ള ഒരു സംഗതിയായി കണ്ടുകൊണ്ട് ചിന്തിച്ചാൽ പല നിലയിലും നമുക്ക് രക്ഷാമാർഗം കണ്ടെത്താനാവും. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ പഠിച്ചോ നമുക്ക് കുറേ വിഭവശേഷി തന്നിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഒക്കെ സമ്പാദിച്ച് നാട്ടിലേക്ക് അയച്ച് അതിൻ്റെ ഫലമായിട്ട് ആ വിഭവശേഷി എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്നും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അജണ്ടയിൽ ടോപ്പിൽ വരേണ്ട ഒരു കാര്യമാണ്. പണ്ട് CH മന്ത്രിയായിരുന്ന സമയത്ത് ഒരാൾ പറയായിരുന്നു, CHനെ റെസ്റ്റ് ഹൗസിലൊക്കെ ആരും പോവുകയാണെങ്കിൽ മന്ത്രിയാകുന്ന സമയത്ത് ഒരു പേടിയുണ്ട്. എന്താ അറിയോ? ഒരു സ്കൂൾ എങ്ങാനും CH അങ്ങ് കെട്ടി ഏൽപ്പിച്ച് കളയോ എന്നുള്ള പേടി. ഇനി എന്തായാലും ഒരു സ്കൂൾ അവിടെ പോയി ഉണ്ടാക്കണം എന്ന് CH പറയായിരുന്നു. അത്രേ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി അവൈലബിൾ റിസോഴ്സസ്, പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവണം. നിങ്ങൾ ഇവിടുന്ന് അധ്വാനിച്ച് കുറേ പൈസ അയക്കുന്നു. ആ പൈസ സമുദായത്തിൻ്റെ എസൻഷ്യൽ നീഡ് എന്താണ് എന്ന് നോക്കി ചെലവഴിക്കാനുള്ള ഒരു സവിശേഷമായ സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവണം. അത് ഞാൻ നിങ്ങളുടെ മീറ്റിങ്ങിൽ പറയുമ്പോൾ നിങ്ങളങ്ങനെ അതിന് ഒരു കക്ഷിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് പണം അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ട്. അവ ശരിയായ മാർഗത്തിലൂടെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ? മാറിയതൊക്കെ കേരളത്തിൽ തന്നെയാണ്. പത്രപ്രസിദ്ധീകരണങ്ങൾ വന്നു, വാരികകൾ വന്നു, ട്രസ്റ്റുകൾ വന്നു, പല സംഗതിയും വന്നു, എല്ലാം കേരളത്തിൽ തന്നെയാണ്. ഇനി അതല്ല വേണ്ടത്. റിസോഴ്സ് എക്സ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് വടക്കേ ഇന്ത്യയിലേക്ക്. ഞാനിപ്പോൾ ഇന്നലെയും മുസഫർ നഗറിൽ പോയിട്ട് വരികയാണ്. അവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കലാപത്തിൽ നിന്ന് ഓടിപ്പോന്ന് വീടില്ലാതെ കഴിഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക. 61 വീടാണ്. കഴിയാറായി. കുറച്ചും കൂടി വർക്കുള്ള അടിയിലെ തേപ്പൊക്കെ ഉണ്ട്. കുറച്ച് ടൈൽസും അതൊക്കെ ഒട്ടിക്കേണ്ട ജോലിയും കൂടി കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഒരു മാസം 2 മാസം കൊണ്ട് ജോലി ചെയ്യും. സഹോദരന്മാരെ, നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് സങ്കടം തോന്നുന്നൊരു കാര്യമുണ്ട്. പഠിച്ചവൻ ഈ നിയമത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ കുട്ടിക്ക് നല്ല ഡ്രസ്സുണ്ട്, നമുക്ക് നല്ല വീടുണ്ട്. ഒരു ദിവസം കറണ്ട് ഇല്ലാഞ്ഞാൽ നമ്മളെ കുട്ടിക്ക് ഉറക്കം വരില്ല. കാരണം ഫാന് കറങ്ങില്ല. അങ്ങനത്തെ അല്ലാഹു തആല നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ വടക്കേ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കുന്നു? വടക്കേ ഇന്ത്യയിൽ അവർ ജീവിക്കുന്ന സ്ഥിതി കണ്ട് നമ്മൾ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്, പുഴുക്കളെ പോലെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പുഴുക്കളുടെ സ്ഥിതി അവരെക്കാൾ എത്രയോ മെച്ചമാണ്. അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം. കുട്ടികൾ മിക്കവാറും ഇന്നലെ ഡൽഹി പ്രദേശത്ത് തണുപ്പ് കുറഞ്ഞ ദിവസമാണ്. എന്നിട്ടും ഞങ്ങൾ 2 സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോയത്. ആ കുട്ടിക്ക് ഒരു ബനിയം പോലുമില്ല. അതേമാതിരി അങ്ങ് നടക്കുകയാണ്. ചില കുട്ടികളൊന്നും ചെറിയ കുട്ടികളൊന്നും കൊടുത്തിട്ടുമില്ല. ഒരേ മാതിരി നടക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ എല്ലാവരും കൂടി പറഞ്ഞു നമുക്കിവിടെ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളത് കൊടുക്കാൻ പോയി അവിടെ. അന്ന് ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണ്ട, പാക്കറ്റായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കാമെന്നല്ലാതെ. കാരണം ഇത്ര ചോറ് കിട്ടാൻ വേണ്ടി ആ കുട്ടികൾ കാണിക്കുന്നൊരു കലഹം. ഒന്ന് അലുമിനിയ പാത്രം കൊണ്ട് മറ്റേ തലയും ഇടുന്നു, ഇടിക്കുന്നു, വീഴുന്നു, പൊടി അതിൻ്റെ ഇടയിൽ പറക്കുന്നു. ഒരു നേരത്തെ ചോറിന് വേണ്ടിയാണ്. എത്ര ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കുന്നത്. അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് തന്നിട്ടും അങ്ങനത്തെ സാധുക്കളെ കാണാൻ നമുക്ക് കഴിയാതെ പോകുന്നെങ്കിൽ അള്ളാഹിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ദഅവത്തിന്റെ പ്രവർത്തനം നടത്തുകയും ഖിദ്മത്തിന്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. ഈ കലാപം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഒരു മഴജൂർ സംസ്കാരത്തിൻ്റെ സമയത്താണ് പോയത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 3000 ആളിട്ടുണ്ട് ആ ക്യാമ്പിൽ. അവർക്ക് ആകെയുള്ള എത്ര അറിയാം നിങ്ങൾ? 2-3 പൊളിഞ്ഞ കക്കൂസാണ് ഉള്ളത്. അതിന് സ്ത്രീകളൊക്കെ രാത്രിയാകുമ്പോഴൊക്കെ എവിടെയും പോയിട്ട് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുകയാണ്.
അപ്പോൾ എൻ്റെ കൂടെ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, അയാൾക്ക് ഹിന്ദിയും അറിയാം, ഉറുദു ഒക്കെ അറിയാം. അയാൾ ചോദിച്ചു, നിങ്ങൾ എത്ര പേരെന്ന് മഴവിൽ നിസ്കരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, അവരിങ്ങനെ നിസ്കരിച്ചിട്ടില്ല അവർ. പിന്നെ ഇന്നൊരാൾ വന്ന് പറഞ്ഞു, മഴവിൽ നിസ്കരിച്ചില്ല എന്നല്ല, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നിസ്കരിക്കാൻ തന്നെ അറിയില്ല. അങ്ങനെ എത്രയെത്ര പേരുണ്ട്. നമ്മൾ വലിയ വലിയ പ്രസ്ഥാനങ്ങളായി നടക്കുന്നു, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അനിവാര്യമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വിസ്മരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉദയത്തിൻ്റെ സംഗതിക്ക് അവിടെ അർത്തിരുന്നു. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എരുമനെ വാങ്ങി 9 എരുമ ഉണ്ടായിരുന്നു. അത് 9 എത്രയും കിട്ടുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ആളുകൾ ഇഷ്ടംപോലെ തരാൻ തയ്യാറായിരുന്നു. അതൊക്കെ അറുത്ത സമയത്ത് എന്തൊരു സന്തോഷമാണ്. പാക്കറ്റിലായിട്ട് ഞങ്ങൾ 1-2 കിലോ ഇറച്ചി അവിടെ കൊടുത്തയച്ചപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു അത്ഭുതമായിട്ട് കാണുകയാണ്. അങ്ങനെ വിശക്കുന്നവർ, ഉടുക്കാനില്ലാത്തവർ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവർ, അങ്ങനെ കുറേയേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ ചില മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ അജണ്ടയിൽ തീർച്ചയായിട്ടും കയറി വരേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചീത്തപ്പേരുണ്ടാക്കാൻ കുറച്ചാൾ മതി. കുറച്ചെങ്കിലും ആളുകൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ വലിയ ഇസ്ലാമിസ്റ്റുകളാണെന്ന് വരുത്താൻ വേണ്ടി ഇല്ലാത്ത വിധത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കരുതിയിരിക്കേണ്ടതാണ്. എന്താണ് ഇവരുടെ അജണ്ട? ആ അജണ്ട തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരെ വഴിപഴപ്പിക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിച്ചാലും ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ നിർമ്മാണാത്മകത ഉണ്ടാക്കാൻ എൻ്റെ നാവിൻ്റെ മൂർച്ച കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഒരാളെ പ്രകോപിതനാക്കാൻ, ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു അക്രമത്തിൽ അവരെ പ്രേരിപ്പിക്കാൻ, അവരുടെ ചോര തിളപ്പിക്കാൻ എന്നെക്കാൾ നാവ് മൂർച്ചയുള്ള മറ്റൊരാൾ ഇളകിയാൽ അതിന് പറ്റുമായിരിക്കാം. അങ്ങനെ ലാഭം കൊയ്യുന്നവർ ഇതിനിടയിലുണ്ട്. അല്ലെങ്കിൽ തന്നെ കാരണം കാത്തു നിൽക്കുന്നവർ, അവർക്ക് വടി കൊടുക്കുന്ന ഇത്തരം സമീപനങ്ങൾ, തീവ്രവാദപരമായ സമീപനങ്ങൾ ഗൗരവമായിട്ട് കാണേണ്ടതാണ്, ലൈറ്റായിട്ട് കാണേണ്ടതല്ല. ഇസ്ലാം അങ്ങനെ അംഗീകരിക്കുന്നില്ലല്ലോ. ഇസ്ലാമിൻ്റെ പേരിൽ ആ അക്കൗണ്ടിൽ ഇത്തരം ചില സ്നേഹിതന്മാർ ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകളാണ്, ഞങ്ങളിവിടെ RSS നിൽക്കാൻ കഴിവുള്ളവരാണ്, ഞങ്ങൾ അത്തരം അജണ്ടകൾ തോൽപ്പിക്കാൻ കഴിയുള്ളവരാണ്, കണ്ണിന് കണ്ണ്, ചോരക്ക് ചോര, കത്തിക്ക് കത്തി എന്നുള്ള സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യങ്ങളെയും തീർച്ചയായിട്ടും നമുക്ക് അതിനെ അതിശക്തമായി അത്തരം പ്രവണതകളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ബാധ്യത നമുക്ക് തന്നെയുണ്ട്. മറ്റാരും അല്ല ചെയ്യേണ്ടത്, നമ്മൾ തന്നെ ചെയ്യേണ്ടത്. ഇത്തരം നീക്കങ്ങൾ രാജ്യത്ത് വന്നുകൂടാ. കാരണം ഇസ്ലാമിൻ്റെ പ്രോജ്വലമായ അതിൻ്റെ മുഖഭാവം, അതിൻ്റെ തത്വശാസ്ത്രം, ഇതിനെതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ, ആ നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ട ബാധ്യതയും തീർച്ചയായിട്ടും നമുക്കുണ്ട്. യുവത്വം എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു പ്രായമെന്ന് പറയുന്നത് വളരെ തിളക്കുന്നൊരു പ്രായമാണ്. ആ പ്രായത്തിൽ അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ആ ഉത്തരവാദിത്വം സ്വയം വിമർശനമായി ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള സമീപനവും നമുക്കുണ്ടാകണം. അവസാനമായും ഒരു കാര്യം തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പണ്ഡിതന്മാർ നിങ്ങളോട് പറയുന്നത് ഒരു ആധികാരികമായിട്ട് പറയാൻ അർഹതയില്ലാത്തവനാണ്. എങ്കിൽ പോലും സ്വന്തം ജീവിതം തന്നെ മാതൃകയാക്കിക്കൊണ്ട് യഥാർത്ഥ ഒരു മുസ്ലിം ഇങ്ങനെയാണെന്ന് കണ്ട് മറ്റുള്ളവർ ആകർഷിക്കപ്പെടാൻ പറ്റുന്ന വിധത്തിൽ സംഭാഷണമാകട്ടെ, പ്രവർത്തനമാകട്ടെ, ഏത് കാര്യമാകട്ടെ അങ്ങനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമവും തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സർവശക്തൻ അല്ലാഹു ഈ എല്ലാവിധ ശുദ്ധിയുള്ള പരിശുദ്ധമായ ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി തരട്ടെ എന്ന ദുആയാണ് എല്ലാ സമയവും നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. എത്രയോ അഹങ്കാരികൾ, പഠിച്ചോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ ലോകം മുഴുവൻ നോക്കാനാണ്. അഹങ്കാരികൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഹങ്കാരികൾക്ക് ഇവിടെ സംഭവിച്ച തിരിച്ചടികളെ പറ്റി ഖുർആൻ നമ്മളോട് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അപ്പം അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ട്, അല്ലെങ്കിൽ സന്നാഹങ്ങളുണ്ട്, ഭരണകൂടമുണ്ട്, അധികാരമുണ്ട് എന്ന് പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കഅബ പിടിക്കാൻ വന്ന അബ്രഹത്തിനെയും സൈന്യത്തെയും അല്ലാഹു തആല പരാജയപ്പെടുത്തിയത് ചെറിയ കാടപ്പക്ഷികളുടെ ചെറിയ ചുണ്ടിൽ ഒതുങ്ങുന്ന കല്ലുകൾ കൊണ്ടാണ്. അല്ലാഹു തആല കാണിച്ചൊരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്ത് ആനക്കൂട്ടം ഉണ്ടായിരുന്നാലും ശരി, എന്ത് വലിയ സന്നാഹം ഉണ്ടായിരുന്നാലും ശരി, പേടിക്കേണ്ട കാര്യമില്ല.
പേടിക്കേണ്ട കാര്യമില്ലാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന അത്യഗാധമായ ലക്ഷ്യം കൂടി ഈ സമ്മേളനത്തിനും ഈ പ്രമേയത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സമ്മേളനം കേൾക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം തന്നെ ഈ വിധത്തിൽ അത് പ്രചോദനപ്രദമായി തീരുമെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി തീരും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ടതിന് നിങ്ങൾക്ക് ഹൃദയംഗമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.